ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. ഇന്ന് രാവിലെ എത്തി. അടുത്ത 2 ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 2 ദിവസം ഞാൻ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബെൽജിയം എന്തിനൊക്കെ പ്രശസ്തമാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ബെൽജിയം ചോക്ലേറ്റ്സ്, വേഫിൾസ്, ബിയർ, പിന്നെ ദ റെഡ് ഡെവിൾസ്, ബെൽജിയം നാഷണൽ ഫുട്ബോൾ ടീം എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ഒരുമിച്ച് നടന്ന് കാണാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഏതൊരു പുതിയ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാലും നടന്നു പോകുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ആർക്കിടെക്ചർ അടുത്ത് കാണാനും അവിടുത്തെ ആളുകളുടെ ജീവിത രീതി മനസ്സിലാക്കാനും കൾച്ചർ മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ബ്രസൽസിലും എൻ്റെ യാത്ര നടന്നുകൊണ്ടാണ് തുടങ്ങിയത്. ഹോട്ടലിൽ നിന്നൊരു മാപ്പ് കിട്ടി, ആ മാപ്പ് നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എത്തിയത് ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗ്രാൻഡ് പാലസ് എന്നൊക്കെ പറയും, ഗ്രാൻഡ് മാർക്കറ്റ് എന്നും പറയാറുണ്ട്. ഇതാണ് ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ക്വയറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 1998 വേൾഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സ്ക്വയർ. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ 1697 ബിൽഡിങ്ങിൻ്റെ മേലെ കൊല്ലെഴുതി 1697, 1400 സംതിങ് ഇവിടെ കണ്ടായിരുന്നു. അപ്പം 1400-ലും 1600-ലൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ള മുഴുവനും. ഒരുപാട് പ്രാവശ്യം യുദ്ധങ്ങളിലൊക്കെ ബോംബിട്ട് നശിപ്പിക്കാൻ ഫ്രാൻസിൻ്റെ ഒക്കെ ബോംബേറിൽ ഒരുപാട് പ്രാവശ്യം തകർന്നതാണ്. പക്ഷേ അവർ റീബിൽഡ് ചെയ്തു. ഇപ്പോഴും അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം അവിടെയും ഇവിടെയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ആൾക്കാരിൽ കണ്ടു കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ ഒരു കുട്ടി പോലും മാസ്ക് ഇട്ടിട്ടില്ല. പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊതുസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും മാസ്ക് ഇട്ടില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം കുറച്ച് പേരൊക്കെ മാസ്ക് ഇട്ടുണ്ട്. ഒരു 70% ആൾക്കാർ മാസ്ക് ഉണ്ടെന്ന് പറയാം. നിർബന്ധമില്ലാന്ന് തോന്നുന്നുണ്ട്. ബ്രസൽസിൽ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരാളെ കാണിച്ചു കേട്ടോ. ഉണ്ടല്ലേ, മാനിക്കൻ പീസ് എന്നാണ് അതിൻ്റെ പേര്. ഒന്നുമില്ല, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ മേലെ ഇരുന്നിട്ട് നേക്കഡായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് താഴെ ആ ഫൗണ്ടനിലേക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നൊരു മോഡലാണ്. ഇത് 1450 ഉണ്ടാക്കിയാന്ന് പോലും ഇതിൻ്റെ ഒറിജിനൽ ബ്രോൺസ് പ്രതിമ. പക്ഷേ ഇതിപ്പോൾ ഇവിടെ കാണുന്നത് റെപ്ലിക്കയാണ്. ഇതിൻ്റെ ഒറിജിനൽ 1450 ഉണ്ടാക്കിയ സാധനം ഇപ്പോഴും ഇവിടുത്തെ ബ്രസൽസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കണം. മാനിക്കൻ പീസ് ബ്രസൽസിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയപ്പം അതൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കൊരു ആഗ്രഹം ഒരു പെൺകുട്ടിയുടെയും പ്രതിമ വേണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയാണ് ഇത് ഈ മാനിക്കൻ പീസ്. ആൺകുട്ടിയും പെൺകുട്ടിയും മൂത്രമൊഴിക്കുന്ന പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് തീർന്നില്ല. അടുത്താണ് ഇത് സിന്നക്കി പീസ്, ഒരു നായ മൂത്രമൊഴിക്കുന്ന പ്രതിമ. ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈ നായ ഒന്ന് തൊട്ടുപോകും. അത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിശ്വാസം.
12ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഈ സെൻറ്റ് നിക്കോളാസ് പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ടൽ മുതലാളി വന്ന് പരിചയപ്പെടുന്നത്. I give you here. Okay. One time if you go here, you one. Our lotus Thai. Okay, very good. Where is this? There you go here Okay. on here left and then you go right. Okay. You're walking 10 minutes. Okay. And then you take me easy. So you'll be there. Today I return back because I live every morning Holland. I see. No problem. I'll be here for 1 week, so I'll meet you sometimes there. Okay. Yes, when you go there. That's good eating. Sure. Of course, I'll do. Alright. Thank you for the suggestion. എൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഹാൻഡ് മെയ്ഡ് പൂക്കൾ. ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ബ്രസൽസ് ഇൻ ബ്ലോസം എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുക. അപ്പം ഈ ബ്രസൽസിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോയി കൊണ്ടുപോയി വെച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനിപ്പോൾ ബ്ലാക്ക് ടവർ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. ഇതുണ്ടാക്കിയത്, ഈ കെട്ടിടം ഉണ്ടാക്കി 1300-കളിലാണെന്ന് പറഞ്ഞത്. ആദ്യം 1313-ാം നൂറ്റാണ്ടുണ്ട്. ഏകദേശം 700 കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ നോക്കും, ഒരു കേടും പറ്റിയില്ല. ആ ഒരു സ്ട്രെങ്ത്ത് അന്നുണ്ടാക്കിയ ആ ബിൽഡിങ്ങിൻ്റെ അന്നുണ്ടാക്കിയ അതേ സ്ട്രെങ്ത്തിൽ ഇപ്പോഴും ഉണ്ടാകും. ഇപ്പോഴും ഗവൺമെൻറ് നിലനിർത്തിയിട്ടുണ്ട്. ചുറ്റുപാടിലൊക്കെ പുതിയ ബിൽഡിങ്സാണ്, പുതിയ ഹോട്ടലുകളൊക്കെയാണ് ചുറ്റുപാടുള്ളത്. പക്ഷേ ഈ ബിൽഡിംഗ് മാത്രം ഒരു കേടും പറ്റാതെ അതേപോലെ ഗവൺമെൻറ് നിലനിർത്തിയിട്ടുണ്ട്. ഈ സെയിം പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ് ഇപ്പുറത്തുള്ളത്. അത് ഏകദേശം നശിച്ചു കഴിഞ്ഞ് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. റോയൽ സെൻറ്റ് ഹൂബർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ളത്. ഇത് ബെൽജിയത്തിൽ തന്നെ, ബ്രസൽസിൽ തന്നെ ഏറ്റവും പഴയൊരു ഷോപ്പിംഗ് ഗാലറിയാണ്. 1850 ഉണ്ടാക്കിയതാണിത്. ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, റോളക്സിൻ്റെ ഷോറൂം കണ്ടില്ലേ. ഒരുപാട് ബ്രാൻഡഡ് ഷോറൂംസ് അതിനുള്ളിൽ. കാരണം പഴയ ബിൽഡിങ്ങാണ്, അതിനനുസരിച്ച് റെൻ്റ് ആവും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. സീലിംഗ് കണ്ടില്ലേ. നല്ല അടിപൊളി. ആൾക്കാരെ കുറവാണ്, കാരണം ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇതിനുള്ളിൽ പോകാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആളുകൾ കുറവാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവന്യൂ ലൂയിസ് എന്ന് പറഞ്ഞ സ്ട്രീറ്റാണിത്. ഏകദേശം 3 കിലോമീറ്റർ നീളത്തിൽ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്നൊരു സ്ട്രീറ്റാണിത്. ബ്രസൽസ് തന്നെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു അവന്യൂ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അറ്റോമിയം കാണാൻ പോകാൻ വേണ്ടി ഒരു ഊബർ ബുക്ക് ചെയ്തു. അറ്റോമിയം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം.
നമുക്ക് ഓരോ സിറ്റിയുടെ പേര് കേൾക്കുമ്പം ഓരോ മോണിമെൻറ്റ്സോ അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങുകളും മനസ്സിൽ ഓർമ്മ വരും. ഉദാഹരണത്തിന് പാരീസിൻ്റെ കാര്യം പറയുമ്പം ഐഫിൽ ടവർ, പിസയുടെ കാര്യം പറയുമ്പോൾ ലെനിങ് ടവർ ഓഫ് പിസ, ഡൽഹിയുടെ കാര്യം പറയുമ്പം താജ്മഹൽ, അങ്ങനെ. ബ്രസൽസിൻ്റെ കാര്യം പറയുമ്പം ഓർമ്മ വരുന്ന മനസ്സിലേക്ക് എത്തുന്ന മോണിമെൻ്റാണ് ഇത്, അറ്റോമിയം എന്ന് പറയും. ഇത് ആക്ച്വലി 1958 സയൻസ് എക്സിബിഷൻ നടന്നിരുന്നു. സയൻസ് എക്സ്പോ 58 എന്ന് പറഞ്ഞിട്ട് സയൻസ് എക്സിബിഷൻ നടന്നിരുന്നു. അന്ന് ആ എക്സിബിഷന് വേണ്ടി ഉണ്ടാക്കിയ മോഡലാണിത്. ആക്ച്വലി 102 മീറ്റർ ഉയരത്തിൽ, അത് ഒക്കെ അയണിൻ്റെ സ്ഫിയേഴ്സാണ്. 9 ബോളുകളുണ്ട് ഇങ്ങനെ. 9 ബോളിൽ നമ്മൾ അടുത്ത് നിന്നാൽ അതിൻ്റെ വലുപ്പം മനസ്സിലാവുള്ളൂ. ഞാൻ അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം, ഉള്ളിലേക്കും പോവാം. അതിൻ്റെ ഏറ്റവും മുകളിൽ റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്, ഒരു വാച്ച് ടവറും എല്ലാം ഉണ്ട് അതിൻ്റെ മുകളിൽ. ഇവരിങ്ങനെ ഒരു മോണുമെൻ്റ് ഉണ്ടാക്കുമ്പം ഈ ഒരു ഷേപ്പ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഇവർ പറയുന്ന എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. 1958 എന്ന് പറയുമ്പോൾ അന്ന് ഈ ആറ്റം തന്മാത്ര എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഒരു ഇരുമ്പ് തന്മാത്രയുടെ 165 മില്യൺ ടൈംസ് വലുപ്പത്തിലാണ് ഈ ഒരു തന്മാത്ര ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു തന്മാത്രയുടെ രൂപമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇരുമ്പ് തന്മാത്രയാണ് പോലെ. ഇരുമ്പ് തന്മാത്രയുടെ 165 മില്യൺ ഇരട്ടി വലുപ്പത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറയുന്നത്. ഈ 9 കോളങ്ങളിൽ 6 മാത്രമേ പബ്ലിക്കിന് ആക്സസ് ഉള്ളൂ, പബ്ലിക്കിന് കയറാൻ പറ്റുള്ളൂ. ബാക്കി 3 കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ താഴേക്ക് സപ്പോർട്ടില്ല, കണ്ടോ, അതിങ്ങനെ വായുവിലിങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് ആളെ കയറ്റില്ല. ഈ താഴേക്ക് സപ്പോർട്ടുള്ള സ്ഥലത്ത് മാത്രമേ ആളെ കയറ്റുള്ളൂ. പിന്നെ ഈ ട്യൂബ് കാണുന്നത് അത് ഒന്നുകിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്റർ ആവും, അല്ലെങ്കിൽ സ്റ്റെപ്പാണ്. അറ്റോമിയസിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ അടുത്ത് തന്നെ മിനി യൂറോപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക നഗരങ്ങളിലെ ലാൻഡ്മാർക്സും ഇവിടെ മിനിയേച്ചർ ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കും. പോയി നോക്കാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. നടന്നു നോക്കട്ടെ. English? Yes. Where do you come from? India. Okay, have a nice visit. Thank you. Hello, mister. Just one moment, please. I make my job the picture with the mask. Yeah, sure. Which country? India. Namaste. ഒരു സംഭവം തന്നെ കേട്ടോ. ഒരുപാട് യൂറോപ്പിലെ ഒരുവിധം കൺട്രീസിലെ മോണുമെൻറ്റ്സ് ഒക്കെ ഇവിടെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐഫൽ ടവർ ഉണ്ട്.
ബെൽജിയം ഒരു മൊണാർക്കിയാണ്. മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജാവ് ഭരിക്കുന്ന സ്ഥലം. രാജാവ് ഭരിക്കുന്ന സ്ഥലമാകുമ്പോൾ എന്തായാലും രാജകൊട്ടാരം ഉണ്ടാവുമല്ലോ. അത് കാണാനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. റോയൽ പാലസ് ഓഫ് ബ്രസൽസ്. ജൂലൈ 21 ബെൽജിയം നാഷണൽ ഡേ മുതൽ സെപ്റ്റംബർ വരെ അത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കും. പബ്ലിക്കിന് ഉള്ളിൽ കയറിയിട്ട് രാജാവിൻ്റെ കൊട്ടാരം കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. പോയി നോക്കിയതല്ല. തുറന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്കിവിടെ രാജാവ് കൊട്ടാരത്തിലുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയുണ്ട് പോലും. ഈ പാലസിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ രാജാവ് കൊട്ടാരത്തിനുള്ളിൽ അല്ലെങ്കിൽ ബ്രസൽസ് സിറ്റിയിലുണ്ട്. ഫ്ലാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രസൽസിന് പുറത്താണ് രാജാവ് എന്നാണ് അർത്ഥം. റോയൽ പാലസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബ്രസൽസ് പാർക്ക് ഉള്ളത്. ബ്രസൽസ് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് മരങ്ങളും ഫൗണ്ടനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. മൊബൈലിൽ ഡാറ്റ തീർന്നു പോയി. വോഡോഫോണിൻ്റെ പാസ്പോർട്ട് പാക്ക് 1 GB ഡാറ്റ ആയിരുന്നു. അത് തീർന്നു പോയി. ഇപ്പോൾ സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി ഗൂഗിൾ അടിച്ച് നോക്കിയപ്പം മാപ്പ് നോക്കിയപ്പോൾ ഡാറ്റ തീർന്നു വരുന്ന മെസ്സേജ് വന്നു. ഇനി എങ്ങനെ സിറ്റി സെൻറ്ററിൽ എത്തുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് രാവിലെ നടക്കാൻ തുടങ്ങി. അവിടെ ഒരു വലിയൊരു ടവറുണ്ട്, നല്ല ഹൈറ്റിലേക്കാണ്. ആ ടവറിൻ്റെ തല ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ടവറിൻ്റെ തല ഇങ്ങനെ നോക്കി, ആ ടവറിൻ്റെ തല കാണുന്ന അവിടേക്ക് ഇങ്ങനെ നോക്കി നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നടന്നു നോക്കട്ടെ. ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രഞ്ച് ഉണ്ടെങ്കിലും ഫ്രാൻസുകാരല്ല പോലും ആദ്യമായിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത്. ബെൽജിയംകാരാണെന്ന് അവർ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒറിജിനൽ ബെൽജിയം ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് കഴിച്ച് നോക്കാം. ഹലോ, can I have one fries? One? Yeah, one. അടിപൊളി ടേസ്റ്റാണ്. ഒരു 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും ഉള്ളിൽ സോഫ്റ്റും പുറമെ നല്ല കുറച്ച് ഇത്തിരി ഹാർഡായിട്ട് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടി മാത്രമായിട്ടൊരു മ്യൂസിയം ഉണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിൽ കണ്ടില്ലേ ആ ഒരു ചിത്രം വരച്ചിട്ട്? ഇതിവിടെ ഒരുവിധം ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ കാണാം. വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ വലിയ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ചിരുന്നതാണ്. അതിന് കാരണമുണ്ട്. ബെൽജിയമാണ് പോലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, കോമിക്സ് ഒക്കെ വെക്കുന്ന കൺട്രി.
ദി ചാപ്പൽ ഓഫ് മെഡലിൻ എന്ന പള്ളിയാണിത്. 13-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയാണ്. 1695 അന്നത്തെ ഒരു യുദ്ധത്തിൽ ഈ പള്ളി പൂർണ്ണമായും ബോംബിട്ട് തകർക്കപ്പെട്ടു. അതിനുശേഷം അത് റീസ്റ്റോർ ചെയ്യുന്നത് 1957 1957 ഇത് പൂർണ്ണമായും പഴയ രൂപത്തിൽ റീസ്റ്റോർ ചെയ്തു, ഈ കാണുന്ന രൂപത്തിലാക്കി. നടന്ന അവസാനം എത്തിച്ചേർന്നത് ഒരു കത്തീഡ്രലിൻ്റെ മുന്നിലാണ്. സെൻറ്റ് മൈക്കിൾ ആൻഡ് ജൂഡ് കത്തീഡ്രൽ എന്നതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇൻറ്റീരിയർ നല്ല ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഞാൻ അവിടെ. ഏതായാലും ഉള്ളിലൊന്ന് കയറി നോക്കാം. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം 6 മണി വരെ അവിടെ സന്ദർശകർക്ക് അനുവാദമുള്ളൂ, സന്ദർശകരെ കയറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരു കൺസേർട്ട് നടക്കണം അതിനുള്ളിൽ. കൺസേർട്ട് നടക്കണമെങ്കിൽ ടിക്കറ്റ്, അത് കാണണമെങ്കിൽ ടിക്കറ്റ് വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല. നാളെ രാവിലെ വരാൻ വേണ്ടി പറഞ്ഞു. 10 മണി മുതൽ 6 മണി വരെയാണ് വിസിറ്റേഴ്സ് ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ സമയം 9:20. ഇപ്പോഴും നമുക്ക് വെയിൽ കണ്ടു, ഇപ്പോഴും സൂര്യൻ പോയിട്ടില്ല. 9:20 രാത്രി. ഇനി ബെൽജിയം വാഫിളും കൂടി ട്രൈ ചെയ്യാനുണ്ട്. ബെൽജിയം വാഫിള് കഴിച്ചിട്ടില്ലെങ്കിൽ ബെൽജിയം യാത്ര പൂർത്തിയാകില്ല. അപ്പം വാഫിള് നോക്കി നടക്കുകയാണ്. എൻ്റെ ഹോട്ടലിലത്തെ റിസപ്ഷനിൽ ഒരു കടയുടെ പേര് പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് തിരഞ്ഞു ഞാൻ നടക്കുകയാണ്. ഏകദേശം സ്പോട്ട് പറഞ്ഞിരുന്നു, വന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ വാഫിള് വാങ്ങി. കടയുടെ പേര് ഇതാ ലാ ഗുഫ്രീറി എന്ന് പറയുന്ന കടയാണ്. ഹോട്ടലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത കട തന്നെയാണ്. അവർ പ്രത്യേകം പറഞ്ഞിരുന്നു പ്ലെയിൻ വാങ്ങണം, വേറെ ഫ്ലേവറൊന്നും ചേർക്കണ്ട, സ്ട്രോബെറി, ഹണി ഇതൊന്നും ചേർക്കണ്ട, പ്ലെയിൻ വാങ്ങണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പ്ലെയിൻ വാങ്ങി, അടിപൊളി ടേസ്റ്റ്. 4-5 ദിവസമായി ഇന്ത്യ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുമെന്ന് വിചാരിച്ച് തിരഞ്ഞുകൾ നടക്കുകയാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ അടുത്ത് 600 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പറഞ്ഞ് പോയി നോക്കട്ടെ. ഫുഡ് കഴിച്ചിറങ്ങി, അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് അതൊക്കെ ഒരു ഗല്ലിൽ കൂടെ കയറി ഇറങ്ങി, പല വഴി കൂടെയും കയറി ഇറങ്ങി ലാസ്റ്റ് എത്തിപ്പെട്ട ഗ്രാൻഡ് പ്ലേസിൻ്റെ മുന്നിൽ തന്നെ. രാത്രി എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബെൽജിയത്തിലെ ബ്രസൽസിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.